ഹായ് ഹലോ ഗായ്സ്, നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്ന മണാലി മാൾ റോഡിലേക്കാണ്. ലാസ്റ്റ് വ്ലോഗിൽ നമ്മൾ ഹിഡംബ ടെമ്പിളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് മണാലി മാൾ റോഡിലേക്കാണ്. മണാലിയിലെ ഏറ്റവും ലവ്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ മാൾ റോഡ്. ഇത്രയും തണുപ്പായിട്ട് പോലും ഇവിടുത്തെ വൈബിന് ഒരു കുറവുമില്ല. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ നടക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഈവനിങ് സ്പോട്ടാണ് കേട്ടോ ഈ മാൾ റോഡ്. നമ്മളിതാ കുറച്ചിങ്ങകത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതൊരു ദുർഗാദേവി ക്ഷേത്രമാണ്. നല്ല മരക്കൊത്ത് പണികളൊക്കെ ഉള്ള ഒരു ഹിമാലയൻ സ്റ്റൈൽ ക്ഷേത്രം. ടൂറിസ്റ്റുകളായാലും ഇവിടുത്തെ ലോക്കൽ ആളുകളായാലും മാൾ റോഡിലേക്ക് വരുമ്പോൾ ഒന്ന് കയറി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. മണാലിയിലെ ഈ ഒരു മാൾ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മണാലി ആദ്യം ഒരു ചെറിയ മലഗ്രാമമായിരുന്നു കേട്ടോ. വിദേശ ടൂറിസ്റ്റുകളും ഹിപ്പി സംസ്കാരമൊക്കെ എത്തി തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഒരു ടൂറിസം സെന്ററൊക്കെ രൂപപ്പെടാൻ തുടങ്ങിയത്. അന്നത്തെ കാലത്ത് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഷോപ്പുകളും ഹോട്ടലുകളും ഒക്കെ ഒന്നിച്ചൊരുക്കാൻ വേണ്ടി ഈ ഒരു ഭാഗം വികസിപ്പിച്ചെടുക്കുമായിരുന്നു പിന്നീട്. അതിൽ നിന്നാണ് ഈ മാൾ റോഡ് എന്നുള്ള പേരൊക്കെ വന്നത്. ഇവിടെ മാൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഷോപ്പിംഗ് മാളിനെ പോലൊന്നും അല്ല, പകരം ഒരേ റോഡിൽ തന്നെയുള്ള കുറെ വ്യാപാര കേന്ദ്രങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. കാലക്രമേണ മണാലിയിലെ ഏറ്റവും തിരക്കേറിയ റോഡായിട്ട് ഈ മാൾ റോഡ് മാറിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? മുറുക്കി പിടിക്കണം, തറ വീണാൻ പിന്നെ പറ്റത്തില്ല കേട്ടോ. ഇവിടെ കാണുന്ന ഈ ഷോപ്പുകളൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആകർഷിക്കും കേട്ടോ. വൂളൻ ഡ്രസ്സുകൾ, ജാക്കറ്റുകൾ, ഷോൾസ്, ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ ടോയ്സ്, ഫാൻസി ഐറ്റംസ് എന്ന് വേണ്ട ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് വല്ലതും ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. പിന്നെ ഫുഡ് ഐറ്റംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കഫേകൾ, ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ്സ് തുടങ്ങി ഡൊമിനോസ് പോലുള്ള ഫാമിലി ബ്രാൻഡുകൾ വരെ ഇവിടെയുണ്ട്. അങ്ങനെ മാൾ റോഡിൽ കൂടെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഞങ്ങളിതാ ഫൈനലി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിന്നർ ടൈം ആണ്. സോ നമ്മളിതാ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാണ്. ഡിന്നറിന് നമുക്ക് ചപ്പാത്തി ഉണ്ട്, റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ദാല്, പിന്നെ വെണ്ടയ്ക്ക് വെച്ചിട്ടുള്ള എന്തോ ഒരു കറി ഉണ്ട് കേട്ടോ, അതിന്റെ പേര് എനിക്കറിയില്ല. പിന്നെ വെജ് സാലഡ് ഉണ്ട്, പപ്പടം ഉണ്ട്. ഇങ്ങോട്ടേക്കുള്ള പപ്പടം ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. അതിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ പൊടിച്ചു പൊടിച്ചിട്ടേക്കുന്നതാണ്. അത് എന്താ സാധനം എന്ന് എനിക്കറിയില്ല. എന്തോ സ്പൈസസ് പോലെ എന്തോ സാധനമാണ് കേട്ടോ. ഡിന്നർ കഴിഞ്ഞാൽ മാമിക്കുട്ടി ഓടി വന്നിട്ടുണ്ട് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. നൈറ്റ് ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, നല്ല തണുപ്പാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവാണ്. നമ്മുടെ അടുത്ത വ്ളോഗ് വളരെ സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ. നമ്മുടെ മണാലി ഡേ 1 വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ കോക്സറിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ചെക്ക് പോസ്റ്റ് വരെ പോയിട്ട് തണുപ്പ് കൂടുതലായിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. സോ നമ്മൾ നാളെ വീണ്ടും കോക്സറിലേക്ക് പോവാണ്. സോ കോക്സറിലേക്കുള്ള യാത്രയും അവിടുത്തെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ബൈ.